ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനിവിടെ അമ്മയ്ക്ക് ഫോൺ ചെയ്തപ്പോ വിക്രം ഇവിടെ വന്നതായി അറിഞ്ഞു. എന്നിട്ട് നീ അയാളെ കണ്ടോ? ഇല്ല, ഞാൻ ചായയുമായിട്ട് വന്നപ്പോഴേക്കും അയാൾ പോയി കഴിഞ്ഞിരുന്നു. അയ്യോ, കഷ്ടായിപ്പോയി. നീ അയാളെ കാണേണ്ടതായിരുന്നു. കണ്ടിരുന്നെങ്കിൽ ബോധം കെട്ട് വീണേനെ. എന്താ? വേണ്ട, ഇഷ്ടപ്പെട്ട് സ്വീകരിച്ചതല്ലെങ്കിലും ഈ താലി ഇപ്പൊ എനിക്ക് പ്രിയപ്പെട്ടതാ. ഇപ്പൊ ഇത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാ ഈ താലി. ഇത് കെട്ടിയ ആളിനെ ഞാൻ നേരെ ഇഷ്ടപ്പെടുന്നുണ്ട്. സത്യം. ജഗൻ ഫ്രഷ് ആയിട്ട് വരുമ്പോഴേക്കും ഞാൻ ജഗന് ഇഷ്ടപ്പെട്ട ഭക്ഷണം എടുത്തു വെക്കാം. ചെന്ന് ഫ്രഷ് ആയിട്ട് വാ. അമ്മോ, കൊള്ളാം. ടെറസിൽ കയറി വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എന്നാ
എന്താ മാഡം വിശേഷം? അതിനു മുമ്പങ്ങ് പിണങ്ങിയോ? എന്താ ഈ പിണക്കത്തിന് കാരണം? അമ്മോ, എന്നെ മാഡം ഒന്ന് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, അതാണോ കാര്യം? വെട്ടി തുറന്ന പേര് വിളിക്കാൻ നാവ് വഴങ്ങുന്നില്ല. ഒരു റെസ്പെക്റ്റ് ഒക്കെ വേണ്ടേ? ആവശ്യമില്ലാത്ത ആ റെസ്പെക്ട് മാറ്റിയെടുക്കണമല്ലോ. മര്യാദക്ക് എന്റെ പേര് വിളിച്ചോ. വിളിക്കാൻ ദേ, പറയുന്നത് അനുസരിച്ചോളണം. ദേവി. പോരട്ടെ. ദേവിക. ദേവിക. നമ്മള് വളരെ അടുത്ത് നിൽക്കുമ്പോഴും മാഡം എന്ന് വിളിക്കുമ്പോ വളരെ അകലുണ്ടായിരുന്നു. ഇപ്പോ ദേവികയെന്ന് വിളിച്ചപ്പോ നമ്മള് മുട്ടി ഒരുമി നിൽക്കുന്നത് പോലെ. അമ്മോ, ഞാനിവിടെ അമ്മയ്ക്ക് ഫോൺ ചെയ്തപ്പോ വിക്രം ഇവിടെ വന്നതായി അറിഞ്ഞു. എന്നിട്ട് നീ അയാളെ കണ്ടോ? ഇല്ല, ഞാൻ ചായയായിട്ട് വന്നപ്പോഴേക്കും അയാൾ പോയി കഴിഞ്ഞിരുന്നു. അയ്യോ, കഷ്ടായിപ്പോയി. നീ അയാളെ കാണേണ്ടതായിരുന്നു. കണ്ടിരുന്നെങ്കിൽ ബോധം കെട്ട് വീണേനെ. എന്താ? ബോധം കെട്ട് വീഴാനോ? അല്ല, അയാളുടെ കരളലിയിക്കുന്ന കഥ കേൾക്കുമ്പോ എനിക്ക് ബോധം പോവായിരുന്നു എന്നാ ഞാൻ പറഞ്ഞേ. അത് ശരി. അമ്മോ, നിന്റെ ഈ മനസ്സിലിവാ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. നീ ആള് സൂപ്പറാ. നിന്നോട് എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. അതെന്താ എന്നോട് ചോദിക്കാനുള്ള സംശയം? എനിക്കിഷ്ടപ്പെട്ട ആൾക്ക് എന്നോട് കൂടുതൽ ആകർഷണവും താല്പര്യവും തോന്നാൻ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിയേണ്ടത്. കൊള്ളാം, നല്ല ചോദ്യം. എന്റെ വിവാഹം പോലും കഴിഞ്ഞിട്ടില്ല. മനഃശാസ്ത്രം പഠിപ്പിക്കുന്ന അധ്യാപികയോ അല്ല ഞാൻ. പിന്നെന്തിനാ എന്നോട് തന്നെ ഈ ചോദ്യം ചോദിച്ചത്? നല്ല സൗഹൃദമുള്ള കൂട്ടുകാരിയോടല്ലേ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. നിനക്കറിയാവുന്നത് പറഞ്ഞാ മതി. കൊള്ളേണ്ടത് കൊള്ളാം, തള്ളേണ്ടത് തള്ളിക്കളയാം. പറഞ്ഞോ. എന്നാ കേട്ടോ. ഇഷ്ടപ്പെട്ട പുരുഷനെ ആകർഷിക്കുന്ന തരത്തിൽ വസ്ത്രം ധരിക്കുക. കഴിയുമെങ്കിൽ അയാളെ അയാളുടെ വർക്കിൽ സഹായിച്ചു കൊടുക്കുക. പിന്നെ പിന്നെ പറ. അയാൾ എന്നും പോകാറുള്ള സ്ഥലങ്ങളിൽ അയാൾക്ക് യാദൃശികമെന്ന് തോന്നുന്ന വിധത്തിൽ പ്രത്യക്ഷപ്പെടുക. അവിടെ വച്ച് അയാളുടെ മനസ്സറിഞ്ഞ് ഇടപെടുക. ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ട പുരുഷനെ കൂടുതൽ ഇഷ്ടത്തിലാക്കാൻ ഈ പാവം വേലക്കാരിക്ക് തോന്നുന്ന ഉപായങ്ങൾ. എന്താ ഇങ്ങനെ നോക്കുന്നത്? കള്ളി. ഇഷ്ടപ്പെട്ട പുരുഷനെ സ്വാധീനിക്കാൻ അടവുകൾ പയറ്റി പരിചയമുള്ളവളാണല്ലേ നീ. ഒന്ന് പോ ദേവികെ. ഒരു പുരുഷന്റെ മുഖത്ത് പോലും നോക്കിയിട്ടുള്ളവളല്ല ഞാൻ. പ്രേമിച്ച് യാതൊരു മുൻ പരിചയവുമില്ല. അതെന്തോ ആയിക്കോട്ടെ. നീ ഉപദേശിച്ച വഴികൾ പരീക്ഷിച്ചു നോക്കാൻ ഞാൻ തീരുമാനിച്ചു. ദേവികെ, ആരാള്? അതൊക്കെ സസ്പെൻസാ. മാനത്തെ കൊട്ടാരം